മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു. ആന തൂക്കിയെറിഞ്ഞ ഒരാളുടെ നില ഗുരുതരം. ഭയന്നോടി 27 പേർക്ക് പരിക്കേറ്റു. ആനയെ തളച്ചത് പുലർച്ചെ 2 മണിയോടെ. ഖബർ സിയാറത്തിന് വേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ, അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ്. ഖബർ എന്നൊക്കെ പറഞ്ഞാൽ മരണത്തെ ഓർപ്പിക്കാനാണ്, അല്ലാതെ പുതിയങ്ങാടി നേർച്ചക്ക് ആന ചവിട്ടി മരിക്കാനല്ല. അതിനല്ല, ഞാൻ തുറന്ന് പറയാണ്. എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല. പേടിയുള്ളവർ പറയണ്ട. ഈ സമുദായം ഇവിടുന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല. മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ഖബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം ഉണ്ടല്ല, തോന്നിയാസം. അതിനേക്കാളും വലിയൊരു തോന്നിയാസം ഈ ലോകത്ത് എവിടെയും വേറെ നടക്കാനില്ല. അപ്പൊ അതിന്റെ സീസണാണ്. നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം. പുതിയങ്ങാടി നേർച്ചക്ക് കുറി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ. എനിക്ക് അത്ഭുതമില്ല. ഞാൻ എന്നോട് പറഞ്ഞു, സുഹൃത്തിനോട് പറഞ്ഞു, അത് എനിക്ക് ഉറപ്പാണ്. ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനായിപ്പോയി. എന്നാ അതിനെങ്കിലും പാഠം പഠിക്കോ? ഒരു പാഠം പഠിക്കൂല. കൊല്ലം 18 ആനയാണെങ്കിൽ അടുത്ത കൊല്ലം 38 ആന ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം. അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്തു നിന്ന് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത്. യുവാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. ഇതൊന്നും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചതല്ല. അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചതോ? കിതാബ് ഓതണോ, ഇസ്ലാം ദീൻ പഠിക്കണോ? ഭൂമിക്ക് കീഴ്പ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണ്. ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ, നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണത് റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ബാക്കി ഞാൻ പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ചിന്തിച്ചോളി. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഖബർ സിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് തോന്നിയാസം കാണിക്കാനല്ല. അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അത് തടയേണ്ടവർ തടയണം. കൗമ് പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത്. കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വിചാരിച്ചിരുന്ന ഇമ്മാതിരിയുള്ള പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു വരികയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇത് കുറയല്ല, ചില ആൾക്കാർ വളർത്തുകയാണ്. കുറയില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ്, വ്യവസായമാണ്. കുറയില്ല. അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും. കാരണം ഇത് കച്ചവടമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല. ഇത് ബിസിനസ്സാണ്, ഇത് ദീനല്ല, ഇസ്ലാമല്ല, വെറും കച്ചവടമാണ്. നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ്. ഞങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു. ഇതൊക്കെ ഒന്ന് തിരുത്തണം. തിരുത്താൻ ഏറ്റവും അർജന്റാണ്. തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ്. ആന ചവിട്ടിയിട്ട് മനുഷ്യൻ മരിച്ചെന്നേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എവിടെയെങ്കിലും ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ വലിയ ഒച്ച. ഞാൻ തുറന്ന് പറയാം. ഒരമുസ്ലിം പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയ ഒച്ച. ഇത് ഒച്ച ഉണ്ടാക്കണവരെങ്ങനെ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല്? ഞാൻ അതിനെ രൂക്ഷമായി എതിർക്കുന്നു. അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ. മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയുടെ ആളാന്ന് പറയുന്ന ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം. എന്നിട്ട് മതി അന്യ സമുദായക്കാരന്റെ മുട്ടൽ നിർത്തിക്കൽ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്യ സമുദായക്കാരന് പള്ളിയോടുള്ള ഹുർമത്തൊന്നും ഇല്ലല്ലോ. അവനെന്ത് പള്ളി? അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല. പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് ഹുർമത്തില്ലാതെ അതിന്റെ ഗേറ്റിങ്ങിൽ നിന്ന് മുട്ടുന്നു. അവൻ ഞമ്മക്കാകാൻ അങ്ങക്കാകാൻ പറ്റൂല. അങ്ങനെ 2 ദീനുണ്ടോ ഇസ്ലാം?